ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പല പാർട്ടികളുടെയും പതനം നമ്മൾ കണ്ടിരുന്നു. അത് ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ബിയും അതുപോലെ തന്നെ മാണി സാറിന്റെ മകന്റെ ഈ പറഞ്ഞ കേരള കോൺഗ്രസ് എം ഗ്രൂപ്പും അങ്ങനെ പല പാർട്ടികളും വീഴുന്നത് നമ്മൾ കണ്ടിരുന്നു. പ്രത്യേകം എടുത്തു പറഞ്ഞാൽ കേരള കോൺഗ്രസ് എം, നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മകന്റെ പാർട്ടി, അദ്ദേഹം ഉണ്ടായിരുന്ന പാർട്ടി. അപ്പോൾ ആ പാർട്ടിയിൽ ആരും തന്നെ വിജയിച്ചില്ല, സംപൂജ്യരാകുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി അവകാശപ്പെടുന്നത് CPM-ന്റെ പാർട്ടി വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്ത് തന്നെ മനഃപൂർവ്വം തോൽപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ പാർട്ടിയെ തന്നെ ഉന്മൂലനം ചെയ്യാൻ CPM ഒന്നാകെ ശ്രമിച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും പാലായിലെ ഓരോ കൊച്ചു കുഞ്ഞുങ്ങൾക്കും, അതായത് രാഷ്ട്രീയത്തിൻ്റെ സൈഡിലോട്ട് നോക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഈ പറയുന്ന ജോസ് കെ മാണിയെ ജയിപ്പിക്കാനായിട്ട് അവിടുത്തെ പാർട്ടിക്കാർ ശ്രമിക്കില്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എടുത്തു പറയുന്ന കുറച്ച് കാരണങ്ങൾ, അതായത് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ മാണി സാറ് മരണം വരേക്കും അദ്ദേഹം UDF-ൻ്റെ ഒപ്പം നിന്നിരുന്നു. അദ്ദേഹം LDF-ൽ നിന്നിരുന്നു. LDF-ൽ നിന്ന് അദ്ദേഹം UDF-ലേക്ക് പോയതിന് ശേഷം അദ്ദേഹം മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന കേരള കോൺഗ്രസ് സൃഷ്ടിക്കുന്നു, കേരള കോൺഗ്രസ് എം സൃഷ്ടിക്കുന്നു. A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് അവർ കേരള കോൺഗ്രസിൻ്റെ പല ബ്രാഞ്ചുകളായിട്ട് സൃഷ്ടിച്ചു. അതിൽ വരുന്നതാണ് കേരള കോൺഗ്രസ് ബി, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജെ, കേരള കോൺഗ്രസ് ഐ, അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ എം ഗ്രൂപ്പാണ് ഏറ്റവും ശക്തമായി ഇവിടെ ഒരു പ്രഭാവം ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാം അദ്ദേഹം ധനകാര്യ വകുപ്പായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. മരണം വരേക്കും അദ്ദേഹം ധനകാര്യ വകുപ്പായിരുന്നു. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ തുടർഭരണം പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത്. അവർക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തുടർഭരണം വരും. ഈ പറയുന്ന ഏജൻസികളുടെ റിപ്പോർട്ടുകൾ വന്നപ്പോഴെല്ലാം തന്നെ അതിനെ എതിർത്ത് പാർട്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോഴും പാർട്ടിക്ക് തുടർഭരണം വരും. അതായത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF 3.0 അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻറ്റ് നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ പറഞ്ഞ ജോസ് കെ മാണി അവർ വിജയിപ്പിക്കാൻ ശ്രമിക്കില്ല. കാരണം മേഘ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക, കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് ഇപ്പോൾ LDF പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു കൂട്ടുകക്ഷിയാണ് ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൽ ബി ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട്. ബി ഗ്രൂപ്പ് നിൽക്കുമ്പോൾ ഗണേശൻ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നതെന്നറിയാം. ആ വകുപ്പ് മുൻപ് ആര് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് നമുക്കറിയാം. അച്ഛൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പാണ് മകനിലേക്ക് വന്നിട്ടുള്ളത്. ആ വകുപ്പ് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. ഗതാഗത വകുപ്പാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ജോസ് കെ മാണി ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ജോസ് കെ മാണി ഒരു മന്ത്രിസ്ഥാനം ചോദിക്കും. ആ മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജോസ് കെ മാണി ചോദിക്കാൻ പോകുന്നത് ധനകാര്യ വകുപ്പാണ്. എന്താണെങ്കിലും LDF ധനകാര്യ വകുപ്പ് കേരള കോൺഗ്രസിന് കൊടുക്കുവാനായിട്ട് ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രോസ് വോട്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് ഞാനൊരു പാലക്കാരനാണ്. ഞാനന്ന് വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നതിന് ശേഷം ഇവിടെ ഈ ഓഫീസിൽ ഇരുന്ന് നടന്നിട്ടുള്ളൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ അവിടെ ജോസ് കെ മാണി ജയിക്കില്ല. കാരണം പാർട്ടിക്കാർക്കുള്ളിൽ തന്നെ ജോസ് കെ മാണി ജയിക്കാൻ പാടില്ല എന്നുള്ള ഒരു ക്യാമ്പയിൻ നടന്നിട്ടുണ്ട്. അത് പുറമേ കാണിച്ചുകൊണ്ടുള്ളതല്ല, ഒരു ഉള്ളൊഴുക്ക് നടന്നിട്ടുണ്ട്. ജോസ് കെ മാണിയെ ജയിപ്പിക്കരുത്, നിങ്ങളുടെ വോട്ട് നിങ്ങൾ കാപ്പന് മറിച്ചോളൂ. ഈ കാപ്പൻ എവിടെ നിന്ന് പോയതാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാപ്പൻ LDF-ൽ നിന്നിട്ടാണ് ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം ജോസ് കെ മാണി ഗ്രൂപ്പ് ഈ പറയുന്ന LDF-ലേക്ക് ലയിച്ചപ്പോൾ ഉണ്ടായ വിയോജിപ്പിനെ തുടർന്നിട്ടാണ് ഈ കാപ്പൻ എങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്, UDF-ലേക്ക് പോയിട്ടുള്ളത്. കാപ്പൻ പറയത്തക്ക കാര്യമായിട്ടൊന്നും തന്നെ ഈ പാലായിൽ ചെയ്തിട്ടില്ല. എന്നിട്ടും കാപ്പൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാലായിൽ ഒരു ശക്തിയുമല്ലാതെ ഇരുന്ന BJP റെക്കോർഡ് വോട്ടാണ് നേടിയിട്ടുള്ളത്. ആ ഒരു BJPക്ക് അത്ര റെക്കോർഡ് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വോട്ടുകൾ എവിടെ നിന്ന് പോയിട്ടുള്ളതാണെന്നുള്ളത് വ്യക്തമായിട്ട് ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ UDF-ഉം LDF-ഉമാണ് തത്തുല്യ ശക്തികൾ. അവർ തത്തുല്യ ശക്തികളാണ്. ഈ പറയുന്ന ഈ മാണി സാറിൻ്റെ പീക്ക് ടൈമിൽ മാണി സാറ് നേരിട്ട അവസാന ഇലക്ഷനിൽ, അതിന് മുൻപുള്ള ഇലക്ഷനിലും മാണി സാറിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് വളരെ താന്നു പോയിട്ടുണ്ട്. അതായത് 10,000-നും താഴെ പോകുന്ന ഒരു അവസ്ഥ അദ്ദേഹത്തിന് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഈ പറയുന്ന മാണി സി കാപ്പൻ അദ്ദേഹത്തെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ മാണി സി കാപ്പനെ കുറിച്ച് പൊതുവെ പാലായിൽ പറയുന്നൊരു പേരുണ്ട്, ഇലക്ഷന് മാത്രം നാട്ടിൽ കാണുന്ന ജനപ്രതിനിധി. അദ്ദേഹത്തിന് ബിസിനസ്സുകളുണ്ട്, അദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങളുണ്ട്. അദ്ദേഹം അതിനെല്ലാം പോയിട്ട് ഇലക്ഷൻ സമയമാകുമ്പോൾ മാത്രം നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് അത്രയധികം വോട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് എവിടെ നിന്നാണ്? ഈ പറയുന്ന UDF-നോളം തന്നെ തത്തുല്യമായിട്ടുള്ള ഒരു ശക്തിയായിരുന്നു ഈ പറയുന്ന ഈ LDF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഞാൻ അവിടുത്തെ പാലായിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എൻ്റെ ഒരു വിലയിരുത്തലിൽ ജോസ് കെ മാണിക്ക്
ജയിക്കാൻ പാകത്തിനൊരു ബേസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ജോസ് കെ മാണി സാർ മരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ നിന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇത് സാധ്യമാകുമായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള സാഹചര്യത്തിൽ ജോസ് കെ മാണി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ബിഗ് സ്ക്രീനിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരാളല്ല ജോസ് കെ മാണി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഭരണവിരുദ്ധ വികാരവും എല്ലാം കൂടി കലർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. പിന്നെ ഭൂരിപക്ഷത്തിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ പറഞ്ഞ CPM വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അത് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ അദ്ദേഹത്തെ ജയിപ്പിക്കരുത് എന്നുള്ള ഒരു പ്രത്യയശാസ്ത്രത്തോട് യോജിച്ചു നിന്നുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ ഇടതുപക്ഷത്തു നിന്നുള്ള വോട്ടുകളും UDF-ലേക്ക് ഒരു ഒഴുക്കുണ്ടായിരുന്നല്ലോ, ആ ഒഴുക്കിൽ വന്നതാകാനുമുള്ള സാധ്യത. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ഒഴുക്കല്ല മേഘ. ഈ പറയുന്ന UDF-ലേക്കുള്ള ഒഴുക്കെന്ന് പറയുന്ന പഞ്ചായത്ത് തലത്തിൽ തന്നെ ഈ പാലായുടെ ഏറ്റവും ശക്തമായ ഒരു മേഖല എന്ന് പറയുന്നത് അത് എലിക്കുളം പഞ്ചായത്താണ്. അതായത് എൻ്റെ വീട് ഉൾപ്പെടുന്ന എലിക്കുളം പഞ്ചായത്താണ് ഈ പറയുന്ന പാലായിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് എന്ന് പറയുന്നത്, ഏറ്റവും ശക്തമായ വോട്ടുകളുള്ള പഞ്ചായത്ത്. അത് ശരിക്കും പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കിടന്നിരുന്നതാണ്, ഇപ്പോൾ വാഴൂർ സെക്ഷനിൽ വന്നിരുന്നതാണ്. അതിനെ ഈ KM മാണി മന്ത്രിയായിരുന്ന സമയത്ത് UDF-ന്റെ തേരോട്ടം കൂടുതലായിരുന്നുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു, ഈ മീനച്ചിൽ താലൂക്കിലേക്ക് അതിനെ അങ്ങ് ലയിപ്പിച്ചു. അതിലേക്ക് ലയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കൊപ്രാക്കളം വരേക്കും, പാലാ മുതൽ പാലാ പൊൻകുന്ന റൂട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊപ്രാക്കളം വരേക്കും, അതിനപ്പുറത്തെ റൂട്ട് കയറി പോവുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൊതുകം വരെയും എത്തുന്ന പ്രദേശങ്ങളെ, പൊതുകത്തിൻ്റെ തൊട്ട് താഴെ പൊതുകം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് റൂട്ടിൽ ഒരു 4 കിലോമീറ്റർ, തമ്പലക്കാടിന് ഒരു 4 കിലോമീറ്റർ ഇപ്പുറത്ത് വരുന്ന കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കിടന്നിരുന്ന പൊതുകം വരെയുള്ള റൂട്ടിന് അങ്ങനെ പനമറ്റം അടക്കം കുറേ ഏരിയകളുണ്ട്. പനമറ്റം, മാനോലി, കാരക്കുളം, എലിക്കുളം, പൊതുകം, ഈ പറയുന്ന കൊപ്രാക്കളം, ഇളങ്കുളം, 1-ാം മൈൽ വരേക്കും, അതായത് മൈൽ കണക്കിലാണ് അവിടുത്തെ സ്ഥലങ്ങൾ വരുന്നത്. പൊൻകുന്നത്ത് നിന്ന് പാലാ വരേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 17 മൈലുകളാണുള്ളത്. 1-ാം മൈൽ, 2-ാം മൈൽ, 3-ാം മൈൽ, അങ്ങനെ 17 മൈലുകളാണ്. അതിൽ ഈ പറയുന്ന പാലായിൽ നിന്നുള്ള ഏകദേശം 1-ാം മൈൽ വരേക്കും, അതായത് 16 മൈൽ ദൂരം, അത്രയും ദൂരം വരുന്ന പ്രദേശങ്ങളെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ നിന്ന് നേരെ എടുത്ത് ഈ പാലയിലേക്ക് അദ്ദേഹം അന്നത്തെ കാലത്ത് ലയിപ്പിച്ചു. അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം UDF-ൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ UDF വോട്ടുകൾ കിട്ടുന്ന പ്രദേശങ്ങളെ അതിലേക്ക് ലയിപ്പിക്കുമ്പോൾ ആ വോട്ടുകൾ തനിക്ക് വോട്ട് ബാങ്കാക്കി മാറ്റാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് അന്നത് ചെയ്തിട്ടുള്ളത്. ഇത് വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരിക്കലും തൻ്റെ മകൻ ഈ കൂടും കൊടുക്കുക എടുത്തുകൊണ്ട് LDF-ലേക്ക് പോകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? തോറ്റു, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ജോസ് ടോമിനെയാണ് കൊണ്ട് നിർത്തുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ഈ പറയുന്ന ജോസ് കെ മാണി നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സഹതാപ തരംഗത്തിൽ ഒരുപക്ഷെ വോട്ട് കിട്ടി. ജോസ് ടോമിനെ കൊണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് അന്ന് മത്സരിക്കാതിരുന്നു എന്നുള്ളതാണ്. അതിൽ അദ്ദേഹത്തിന് ആ ബൈ ഇലക്ഷനിൽ നിൽക്കുന്നു, അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കഴിവുകളെല്ലാം തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടുമായിരുന്നു. ഇപ്പോൾ മാണി സി കാപ്പനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, അന്ന് ജോസ് കെ മാണി മത്സരിച്ചിരുന്നുവെങ്കിൽ തോക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ജോസ് കെ മാണി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പാരമ്പര്യം, അച്ഛൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം തനിക്കുണ്ട്, അയാൾക്കുണ്ട് എന്ന് പലക്കാരും വിശ്വസിക്കുന്നില്ല. വിശ്വാസം അദ്ദേഹത്തിന് പുറത്തില്ല. മാണി സാറിനെ എല്ലാവരും വിശ്വസിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ഒരു തലമുണ്ടല്ലോ, ആ തലം ജോസ് കെ മാണിയിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം നെഗറ്റീവ്, അതായത് എതിർ പാർട്ടികൾക്ക് പോലും അദ്ദേഹം മാണി സാറായിരുന്നു. എടാ മാണി എന്നാരും വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ മാണി എന്നാരും വിളിച്ചിട്ടില്ല, മാണി സാർ. മാണി സാറിന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഞങ്ങൾ ഉപരോധിക്കാൻ പോവുകയാണ്. ഈ നോട്ട് വിഷയം വന്ന് ഓർക്കുന്നുണ്ടല്ലോ, ബാർക്കോഴ വിവാദം വന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ മറ്റേ നോട്ടെണ്ണുന്ന മിഷൻ മേടിച്ച് വെച്ചു എന്നൊക്കെയുള്ള ഒരു വിവാദം വന്ന് ഓർക്കുന്നുണ്ടോ? ആ സമയത്താണ് ഈ ഇലക്ഷൻ വരുന്നത്. അന്ന് ഈ പറയുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് മറ്റേ ഉപരോധിക്കാൻ പോകുമ്പോൾ അവർ പറയുന്നത് എന്താ, പാർട്ടിക്കാർ പറയുന്നത് എന്താ, ഞങ്ങൾ KM മാണിയുടെ പാർട്ടി ഓഫീസ് ഉപരോധിക്കാൻ പോകാന്നല്ല പറയുന്നത്, ഞങ്ങൾ മാണി സാറിന്റെ പാർട്ടി ഓഫീസ് ഉപരോധിക്കാൻ പോകണം. കാരണം എല്ലാവർക്കും അദ്ദേഹം സമ്മതനായിരുന്നു. അദ്ദേഹം അവിടെ തോൽവി എന്തെന്ന് അറിയാതെ വന്ന ഒരു വ്യക്തി. എന്നിട്ട് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം വന്നിട്ടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജോസ് ടോമുമായിട്ടുള്ള മത്സരത്തിൽ ഈ മാണി സി കാപ്പൻ ജയിച്ചിട്ടുള്ളത് വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്കാണ്. അന്നത്തെ ചിഹ്നം പോലും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പറയുന്ന മാണി സി കാപ്പന്റെ ചിഹ്നം എന്ന് പറയുന്നത് അന്ന് കൊടയാണ്. കൊട ചിഹ്നത്തിലാണ് മാണി സി കാപ്പൻ മത്സരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ജോസ് ടോം മത്സരിക്കുന്നത് കൈതച്ചക്ക ചിഹ്നത്തിലാണ്. അന്ന് ആഹ്ലാദ പ്രകടന സമയത്ത് കണ്ട പറമ്പിലുണ്ടായിരുന്ന കൈതച്ചക്ക മുഴുവൻ പറിച്ച് റോഡിൽ തല്ലിപ്പൊട്ടിച്ചും വണ്ടിക്ക് പുറകിൽ കെട്ടിവലിച്ചുമാണ് അന്നത്തെ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. അതിൻ്റെ വിഷ്വൽസ് ഇപ്പോഴും എൻ്റെ ഫോണിലുണ്ട്. അന്നത്തെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ വിഷ്വൽസ് ഇപ്പോഴും എൻ്റെ ഫോണിൽ, എൻ്റെ ഡോക്യുമെൻസിനകത്ത് ഇപ്പോഴും സേവ് ആണ്. കാരണം
ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന മീനച്ചിൽ ഉൾപ്പെടുന്ന, അതായത് പാലാ നിയോജക മണ്ഡലം, അത് ആദ്യമായിട്ട് മാണി സാറിൻ്റെ കയ്യിൽ നിന്ന് LDFിൻ്റെ കയ്യിലേക്ക് വരികയാണ്. അവരത് അത്രയ്ക്ക് അങ്ങ് ആഘോഷിച്ചു. അതിനുശേഷം പിന്നീട് വീണ്ടും അത് LDFിന് കൈവിട്ട് പോയി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന ഇനി ഒരു ഫാക്ടറും കൂടെ പറയാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മേഹയ്ക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ മാണി സാറിനെ അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണ്? അത് BJP അല്ല, അത് ഇടതുപക്ഷമാണ്. അദ്ദേഹത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും അനുവദിക്കാതെ നിയമസഭയുടെ നടുത്തളത്തിൽ മുണ്ടും മടക്കി കുത്തി ഇന്നത്തെ ശിവൻകുട്ടി അണ്ണനൊക്കെ നടന്നിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്കറിയാം. ബോധം കടലും തലകറങ്ങലും അതും ഇതും, ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിൻ്റെ നടുക്ക് വെച്ചിട്ടുള്ള ലഡു വിതരണവും ബജറ്റ് അവതരണവും ഏറ്റുന്നോടുള്ള ബജറ്റ് അവതരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്രയധികം അദ്ദേഹത്തെ ദ്രോഹിച്ച്, അദ്ദേഹത്തെ നോട്ട് കള്ളാന്ന് വിളിച്ച്, ബാർക്കോഴ കള്ളാന്ന് വിളിച്ച് അപമാനിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ഇടതുപക്ഷം അദ്ദേഹത്തെ അവസാന സമയങ്ങളിൽ നേരെ ഒന്ന് ഭരിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കല്ലറയിലെ മണ്ണുണങ്ങുന്നതിനിപ്പുറം അദ്ദേഹത്തിൻ്റെ മകൻ ആ പാർട്ടിയിലേക്ക് തന്നെ പോകുമ്പോൾ ഈ മാണി സാർ എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിച്ചിട്ടുള്ള പാലായിലെ ജനങ്ങൾ ഒരിക്കലും ജോസ് കെ മാണിയെ അംഗീകരിക്കില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. കാരണം അത് അംഗീകരിക്കാൻ പാടില്ല. കാരണം അത് ഈ മാണി സാറിൻ്റെ ആത്മാവ് പോലും പൊറുക്കില്ല എന്നുള്ളത് പാലായിലെ ഓരോ ജനങ്ങൾക്കും അറിയാമെന്നുള്ളതാണ് ഈ തോൽവിയുടെ കാരണം. അതിൽ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല.